ഹായ് ഓൾ, ഇന്ന് നമ്മൾ കേരള തീമിലുള്ളൊരു ഗിഫ്റ്റ് ഹാമ്പറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു സ്ക്വയർ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതുപോലെ കുറച്ച് പേപ്പർ കട്ടിങ്സ് എടുത്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഹൗസ് ബോട്ട് ആണ് ആദ്യം നമ്മൾ അതിൽ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മിനിയേച്ചർ വേർഷനാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പിന്നെ വയ്ക്കുന്നത് നമ്മൾ ആനയുടെ സ്റ്റാച്ചു ആണ്. അത്യാവശ്യം വലിപ്പമുള്ള തീരെ ചെറുതല്ലാത്തൊരു ആനയുടെ സ്റ്റാച്ചു ആണ് വയ്ക്കുന്നത്. നമുക്ക് കേരള തീമിൽ എന്ന് പറയുമ്പോൾ ഇതിൽ കാണിക്കുന്ന അതേ ഐറ്റംസ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഐറ്റംസുകൾ ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നത് വാൽക്കണ്ണാടിയാണ്. വാൽക്കണ്ണാടി ഒറിജിനൽ വാൽക്കണ്ണാടി അല്ലത്, ഇതൊരു വുഡനിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു വാൽക്കണ്ണാടിയാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വെക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കസവിലുള്ള ഒരു തിരുവടയാട എന്നാണ് അതിന് പറയുക. ഇതുപോലെ ഇങ്ങനെ ഞൊറിഞ്ഞിട്ടുള്ള ഒരു കസവിൻ്റെ തുണിയാണത്, അതാണ് വയ്ക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ചെറിയ വെർഷൻ, നമ്മൾ കാറിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഉൾപ്പെടുത്തുന്നത് കുബേരക്കുഞ്ചിയുടെ ഒരു ചെറിയൊരു സ്റ്റാച്ചു ആണ്. കുബേരൻ എന്നൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ പറയുക. നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ എന്താണ് പറയുക? നെക്സ്റ്റ് വെക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പറയുടെ ചെറിയ വെർഷൻ, അതുപോലെ ചെറിയ കിണ്ടി, വിളക്ക്. ഈ 3 ഐറ്റംസ് ഇല്ലാണ്ട് നമ്മളുടെ കേരളീയർക്ക് എന്ത് ആഘോഷമുള്ളത് അല്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാം മിനിയേച്ചർ വേർഷനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ഐറ്റം നമ്മൾ വെക്കുന്നത് ഒരു വോൾ ഹാങ്ങിങ് ആണ്. അതും നമ്മുടെ കഥകളി രൂപത്തിൻ്റെ ഒരു വോൾ ഹാങ്ങിങ് ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പാത്രങ്ങളെ പ്രതിനിധീകരിച്ച്, അതായത് മൺകലങ്ങളുടെ ചെറിയ കുഞ്ഞിക്കലങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള 2 കലങ്ങളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പുൽപ്പായ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ചെറിയൊരു പുൽപ്പായ നമുക്ക് ഇരിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ചെറിയൊരു പുൽപ്പായയുടെ ഒരു ഇതും വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളെ ഗ്രന്ഥങ്ങളൊന്നും താഴെ വയ്ക്കാൻ പാടില്ല എന്ന് പറയും. അതിനു വേണ്ടി വെക്കുന്ന ഒരു വുഡൻ്റെ തന്നെ ഒരു ഗ്രന്ഥങ്ങൾ വയ്ക്കുന്ന ഒരു പീഠം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ്, അതാണിത്. അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്ക് വേറെ ഐറ്റംസുകൾ ഉൾപ്പെടുത്തിയിട്ടും ഇതുപോലെ തന്നെ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ, ലവ് യു ഓൾ.